മെഡിക്കൽ ഇൻഷുറൻസ് റിജക്റ്റ് ആയവർ എങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ് വാങ്ങിക്കാം, അതിനുള്ള എന്തൊക്കെ സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മളിപ്പം ടി വിയും പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വന്നിരുന്നങ്ങ് പറയുക, നിങ്ങൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും, നിങ്ങൾ ആശുപത്രി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ₹1 മുടക്കേണ്ട വരത്തില്ല, എല്ലാ ഇൻഷുറൻസ് ഞങ്ങൾ കവർ ആയിക്കോളും, ഇൻഷുറൻസ് കമ്പനിക്കാർ ആശുപത്രി ചെന്ന് ₹20 ലക്ഷം ക്ലെയിം സെറ്റിൽ ചെയ്ത്, ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങളാണ് നമ്മൾ ദിവസവും കേൾക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് 10ൽ 1 ഞാൻ പറയാം. 10 പേര് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്കാർക്ക് ഈ ഒരു ഇത് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 9 പേരെ അവന്മാരില്ലാത്ത കാരണം ഉണ്ടാക്കി റിജക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻറ്റിനോട് ചോദിക്കണം ₹1 ലക്ഷം മേളിൽ എത്ര പേർക്ക് ക്ലെയിം ആയിട്ടുണ്ട്. അങ്ങനെ ക്ലെയിം ആയ 1-2 പേരുടെ നമ്പർ വരെ നിങ്ങളുടെ ഇൻഷുറൻസ് ഏജൻറ്റിനോട് നിങ്ങൾ പറയണം. അതവർ തരാൻ മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അവർക്കും ഒരു ഉറപ്പില്ല ഈ സാധനം കിട്ടുമെന്ന്. ഇത് കഴിഞ്ഞിട്ട് ഇവന്മാർ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവന്മാർ വേറെ റിജക്റ്റ് ചെയ്യുന്ന ഒരു കാരണം വെച്ചാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട്, ഇതുണ്ടെന്നൊക്കെ, ഇതൊക്കെ ഉണ്ടെന്ന് പറയും ഇവന്മാർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് പിന്നെയും ഇൻഷുറൻസ് കിട്ടാൻ വഴിയുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഇതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, എല്ലാവരും നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനോട്ട് കോൺടാക്ട് ചെയ്യും. സത്യം ഞാൻ പറയാം, നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഒരു നേരം കൊല്ലിയാണ്. ഒരിക്കലും നിങ്ങൾക്ക് വിളിച്ചിട്ട് അവിടെ നിന്നൊരു പരിഹാരം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ അതിനകത്തിൽ ഇവന്മാർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കസ്റ്റമറുമായിട്ട് നേരിട്ട് ഡയറക്റ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിലെ കോൺടാക്റ്റ് അവിടെ ക്ലോസ് ആവും. പിന്നെ നിങ്ങൾക്കുള്ള ഓംബുഡ്സ്മാനെ കാണാനുള്ള ഓപ്ഷനാണ്. ഓംബുഡ്സ്മാൻ ഈ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർജറി ഓപ്പറേഷനിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നടത്തിയെല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്ത്, ഇൻഷുറൻസ് കമ്പനിക്ക് ഒരു പ്രോസസ്സിംഗ് പീരീഡ് ഉണ്ട്, ആ പ്രോസസ്സിംഗ് പീരീഡും കഴിഞ്ഞ് ഇവർക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് ഇവർ ഇൻഷുറൻസ് കമ്പനിയോട് സംസാരിച്ച് ഇനി അവന്മാർ അവിടെ പറ്റത്തില്ലെന്ന് പറയുകയാണ്. പിന്നെ അവർ വരും കോടതിയിലോട്ട് പോകാൻ. നമ്മൾ അതിനൊക്കെ മുമ്പ് നമ്മുടെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആദ്യം നമ്മൾ എടുക്കുമ്പോഴേ ഏജൻറ്റിനോട് ചോദിക്കുക, ക്യാഷ്ലെസ് കിട്ടുമോ, നാട്ടിലെ പ്രമുഖ ഹോസ്പിറ്റൽ, നമ്മൾ ഏത് ജില്ലയിലാണെങ്കിൽ ആ ജില്ലയിലെ മെയിനായിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ല നല്ല ഹോസ്പിറ്റലൊക്കെ ഇത് കിട്ടുമോ എന്ന് ചോദിക്കുക. അപ്പം ആ പരമാവധി നമ്മുടെ ഇൻഷുറൻസ് ഉള്ള ഹോസ്പിറ്റലിൽ തന്നെ സർജറി ചെയ്യാനും അല്ല നോക്കുക, മാക്സിമം പൈസ കൊടുത്ത് ചെയ്യുകയാണെങ്കിലും അവിടെ തന്നെ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ പോകേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ക്യാഷ്ലെസ് റിജക്റ്റ് ആകുമ്പോൾ തന്നെ കൺസ്യൂമർ കോർട്ട്, ഞാൻ വീണ്ടും പറഞ്ഞു, കൺസ്യൂമർ കോർട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുക. ഓംബുഡ്സ്മാനെ കാണാൻ പോകുന്നതിലും നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ വിളിക്കുന്നതിലും ഒക്കെ നല്ലത് ഇതാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ക്യാഷ്ലെസ് റിജക്റ്റ് ആയ ലെറ്റർ ഉണ്ട്, അതുമായിട്ട് നിങ്ങൾ നേരെ ഒരു വക്കീലിനെ കണ്ട് വക്കീൽ വഴി ഒരു കേസ് സമർപ്പിക്കുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് നിങ്ങൾ പറയുക. അതിനും നിങ്ങളുടെ ഇത് ക്ലെയിം ഉൾപ്പെടെ നഷ്ടപരിഹാരം നിങ്ങൾ ചോദിക്കുക. അപ്പം ഇവർക്ക് കാരണം എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ നിങ്ങളുടെ ഭാഗത്തിനായുണ്ടെങ്കിൽ ഇവർക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല. അത് കോടതി നല്ലൊരു വക്കീലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കോടതി അത് അതിൻ്റെ രീതിയിൽ ഇടപെട്ട് വേണ്ട കാര്യങ്ങൾ മേടിച്ച് തരുന്നതായിരിക്കും. അപ്പം പരമാവധി നിങ്ങൾ കോടതി വഴി ഇടപെട്ട്, പിന്നെ നല്ല കമ്പനിയിൽ നിന്നൊക്കെ ഇൻഷുറൻസ് എടുക്കാൻ നോക്കുക. പരമാവധി കോടതി വഴി ഇടപെട്ട് കഴിഞ്ഞാൽ കോടതി അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് മേടിച്ച് തരുന്നതായിരിക്കും. അല്ലാതെ ഇവന്മാർ ക്യാഷ്ലെസ് റിജക്റ്റ് ചെയ്യുന്നു, റീഇംബേഴ്സ്മെൻറ്റ് റിജക്റ്റ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ പൈസ മുടക്കി എടുത്തിട്ടും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. പിന്നെ ഇവന്മാരെ നമ്പി നിങ്ങൾ ഒരിക്കലും പൈസ, നിങ്ങൾക്കൊരു സർജറി വരുവാണെങ്കിൽ അതിന് പൈസ വേണ്ട എന്ന് പറഞ്ഞിരിക്കല്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സർജറി മുടങ്ങത്തേ ഉള്ളൂ. യുമാർ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ പൈസ അറേഞ്ച് ചെയ്യാൻ ഒരു വഴി ഒന്ന് കണ്ടെത്തി വെച്ചേക്കണം. സാധാരണ യുമാർ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇൻഷുറൻസ് എല്ലാം അയച്ചു കഴിഞ്ഞ് എല്ലാം ചെയ്ത് നമ്മളെ അറിയിക്കാതെ നമ്മുടെ മെയിൽ ഐ ഡിയും ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം മാറ്റി വെച്ചിട്ട് യുമാരും നമ്മുടെ പ്രമുഖരായ ആശുപത്രിക്കാരെയൊക്കെ ചിലപ്പോൾ അതിനകത്ത് പങ്കുണ്ടായിരിക്കാം. അവരൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ സർജറിക്ക് അഡ്മിറ്റ് ആകാൻ ചെല്ലുമ്പോഴാണ് നിങ്ങളുടെ ഇൻഷുറൻസ് റിജക്റ്റ് ആയെന്ന് പറഞ്ഞ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കാൻ നമ്മൾ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക.